ബാബുക്കുട്ടാ. ഹലോ, ഓർമ്മയുണ്ടോ? നമസ്കാരം. ഞാൻ ഓഫീസിൽ അന്വേഷിച്ചപ്പോ ഫാമിലിയെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. ജയന്റെ അച്ഛനെങ്ങനുണ്ട്? അധികമില്ല, ഇരിക്കും. ഞങ്ങൾ വന്നിട്ട് 3 ദിവസമായി. ജയനോടെ? രാവിലെ അങ്ങോട്ട് തന്നെ പോയി. ചേട്ടാ, ഇവൻ ഒരുപാട് ഒളിച്ചുകളി നടത്തുന്ന പോലെ. സിന്ധുവും കുട്ടികളും വന്നിട്ടുണ്ട്. ഞാനൊരു 3 കത്ത് അയച്ചിട്ടും ഒരു മറുപടി പോലും. റാസ്കൽ. അവൻ വരട്ടെ. ഞാനും സിന്ധുവും തമ്മിൽ ഒരു സ്വകാര്യ പെറ്റുണ്ട്. ഞങ്ങൾക്ക് രണ്ടും കിരാതന്മാർ, അതേപോലെ തന്നെ. അപ്പൊ നിങ്ങളുടെ മക്കളെ പറ്റിയ പറ്റ്. ഒരാണും ഒരു പെണ്ണുമായ ഞാൻ ജയിച്ചു. പറയൂ, എന്റെ ഗസ് ശരിയല്ലേ? സിന്ധു എന്റെ വീട്ടിൽ 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ ഒരുവിധം രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോഴേക്കും വീട്ടുകാരുടെ ആറ്റിറ്റ്യൂഡ് ആകാൻ മാറിയില്ലേ? ഇമ്പാല ശങ്കരപിള്ള, ദാറ്റ്സ് മൈ ഫാദർ. പേരക്കുട്ടിയെ സ്വപ്നം കാണുന്ന കത്ത്. വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ സിന്ധുവിനെ നിലം തുടിക്കാനല്ലേ കൊണ്ട് നടക്കുന്നത്. ഞങ്ങളുടെ പിള്ളേര് ആദ്യമായിട്ടാ കേരളം കാണുന്നത്. മക്കളെവിടെ? ഓ, അത് പറഞ്ഞില്ല എന്റെ കണക്കൂട്ടൽ. സാരമില്ല, ഞാൻ പറഞ്ഞില്ല കല്ലിൽ ഓടണ്ടെന്ന്. ഏയ്, ജൂനിയർ രാജൻ. അതെ. നിനക്കെന്നെ അറിയോ? അയ്യേ മോശം. ഒന്ന് വീണതിന് ആരെങ്കിലും കരയോ? നിന്റെ അച്ഛനും അങ്കിളും കൂടെ പണ്ട് അടി കൂടിയിട്ടുണ്ട്, വീണിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീണാലേ ചുമ്മാ ചിരിക്കും. അനിൽ എന്നൊരു അങ്കിളിനെ പറ്റി നിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് പറ്റി 2 ചങ്ങാതിമാർ സ്ഥലത്തുണ്ട് അങ്കിളിന്റെ വീട്ടിൽ. ഗിഫ്റ്റൊക്കെ സിന്ധു വെച്ചിട്ടുണ്ട്. ഒറ്റയാ നിങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് വരണം. പണ്ട് പറഞ്ഞ ഗെറ്റ് ടുഗദർ അവിടെ സിന്ധു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 3ാമതൊരാൾ വരുന്നോന്ന് ഇപ്പൊ ഒരു സംശയം. അതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് യാത്ര വയ്യ. എന്ന് വരും? യു ഫിക്സ്? പറയാം. രാജാക്കും ഭാര്യയും വരുമ്പോ വന്ന വിവരം പറയാം. സോറി സോറി, ഞാൻ ഒന്നും അറിഞ്ഞില്ല. എനിക്ക് മനസ്സിലാവുന്നു, ക്ഷമിക്കണം. അപ്പോൾ കുട്ടി? ബാബു വെറുതെ വെക്കേഷൻ കഴിയുന്നവരിവിടെ. അപ്പോൾ അമ്മക്കുട്ടി? ഞാനിവിടൊക്കെ തനിയെ